ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ കത്തിയെറിയുന്ന 3 ട്രിക്കുകൾ പഠിച്ചിരുന്നു. നമ്മളതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച 3 ട്രിക്കുകൾ ഉപയോഗിച്ച് ശരിയായ രീതിയിൽ എങ്ങനെ ത്രോ ചെയ്യാമെന്ന് ഇന്ന് നമുക്ക് പഠിക്കാം. ഇനിയും ത്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കത്തി പിടിക്കേണ്ട ഒരു രീതിയുണ്ട്. കത്തി നേരെ എടുക്കുക, കത്തിയുടെ മുനയുടെ ഭാഗം കൈയുടെ ഈ വെള്ളയുടെ ഈ ഭാഗത്തേക്ക് വെക്കുക, ഈ വിരൽ നേരെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചേക്കുക. ഈ രീതിയിലായിരിക്കണം നമ്മൾ കത്തി പിടിക്കേണ്ടത്. ഇനിയും കത്തി എറിയുന്ന സമയത്ത് നിങ്ങൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചാണ് കത്തി എറിയുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ലെഗ് നിങ്ങൾ ഫ്രണ്ടിലേക്ക് വെക്കുക, ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് കയറ്റി വെക്കുക. നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡാണ് യൂസ് ചെയ്ത് കത്തി ത്രോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ വെക്കുക. ഞാൻ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചാണ് കത്തി ത്രോ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ റൈറ്റ് ലെഗ് നേരെ ഫ്രണ്ടിലേക്ക് വെച്ചു, കത്തി നേരെ പിടിക്കുക. അതിനുശേഷം ഈ കത്തിയുടെ ഈ പിടിയുടെ ഭാഗം നേരെ ബാക്കിലേക്ക് എടുക്കുക. ഈ രീതിയിൽ കത്തി ബാക്കിലേക്ക് എടുക്കണം. ഇവിടുന്ന് ഫോഴ്സ് എടുത്താണ് നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് എറിയുന്നത്. ഇനി എറിയുന്ന സമയത്ത്, ഈ ത്രോ ചെയ്യുന്ന സമയത്ത് കൈ നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഷോൾഡറും ഈ പിടിയുടെ ഭാഗവും നേരെ സ്ട്രൈറ്റ് ലൈനിലായിരിക്കണം വരുന്നത്. ഈ രീതിയിലായിരിക്കണം വരുന്നത്. ഇവിടുന്നാണ് കത്തി ത്രോ ചെയ്ത് പോകേണ്ടത്. കത്തി താഴേക്ക് വരികയോ നേരെ മുകളിൽ നിൽക്കുകയോ ചെയ്യുകയാണെന്ന് സ്പിന്നിങ് വേറെ രീതിയിലായി പോകും. കത്തി കൊള്ളാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മൾ ആദ്യം പഠിച്ചൊരു ട്രിക്ക് ഉണ്ടായിരുന്നു. കൈയുടെ ഈ ഒരു ജോയിന്റ് നേരെ താഴേക്ക് പോവുകയോ മുകളിലേക്ക് നിന്നോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കത്തി കൊള്ളാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അത് സ്പിൻ ചെയ്യുന്നത് വളരെ കൂടുതൽ, റൊട്ടേഷൻ വളരെ കൂടുതലായിരിക്കും. കത്തിയുടെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കാം പോയി കൊള്ളുന്നത്. കത്തി നേരെ ബാക്കിൽ നിന്ന് എടുത്തു, നേരെ സ്ട്രെയിറ്റ് ലൈൻ ഇവിടുന്ന് വേണം ത്രോ ചെയ്തു പോകാൻ. ഈ രീതിയിൽ വേണം നിങ്ങൾ കത്തിയെറിയാൻ. ഈ ട്രിക്കുകളെല്ലാം ഉപയോഗിച്ച് കത്തിയെറിയാൻ നിങ്ങൾ പരിശീലിച്ച് നോക്കുക. ഇത് സ്ത്രീകൾക്കും സാധിക്കും. ഞാൻ ഇന്ന് എൻ്റെ വൈഫിനെ കൊണ്ട് ഈ ട്രിക്കുകളെല്ലാം ഉപയോഗിച്ച് കത്തിയെറിയിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം കൊള്ളുമോന്ന്. ഈ വീഡിയോ തികച്ചും മുതിർന്ന ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. കൊച്ചുകുട്ടികൾ ഇതൊരു കാരണവശാലും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളതല്ല. ഇനിയും ഡിഫറെൻറ്റ് ടൈപ്പുള്ള അനവധി നൈഫ് ത്രോയിങ്ങുകളുണ്ട്. അത് നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ പരിചയപ്പെടാം.